ഉയിരായി മാറവേ. എന്തൊരു മഴയല്ലടാ, തുടരെ തുടരെ കേരളത്തിൽ മൊത്തം തുടക്കുന്നു. സത്യം, ഈ ജൂലൈ മാസം അത്ര നല്ല മാസമൊന്നും അല്ല. ഒരേ സ്വരം, ഒരേ മുഖം, ഒരേ മനസ്സുകളായി നാം ഈ നേരവും. എനിക്കറിയില്ലടാ, നീ അവരോട് ചോദിക്കും. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ അധികം വെള്ളം നിറയുകയും അവിടെ ഒരു മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. അത് താങ്ങാതെ വരുമ്പോൾ അതിശക്തമായ രീതിയിൽ കല്ലും മണ്ണും പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഉരുൾപൊട്ടൽ രണ്ടുതരം, ഒന്ന് പ്രകൃതി നിർമ്മിതവും ഒന്ന് മനുഷ്യ നിർമ്മിതവും. എടാ, ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ കാര്യം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടലിന് കാരണം കുന്നുകളും മലകളും വെട്ടി കെട്ടിടങ്ങൾ പണിയുകയും മരങ്ങൾ വെട്ടിയില്ലാതാക്കുകയും എന്നിവയൊക്കെയാണ് പ്രധാന കാരണം. കാലം തെറ്റിയ മഴയും അതിശക്തമായ രീതിയിൽ വെള്ളം ഇറങ്ങുന്നതും ഇതൊക്കെയും ഇതിന്റെ കാരണങ്ങളാണ്. നിങ്ങളോ അവ എങ്ങനെ ഒരു കാരണമാകും? മരങ്ങൾക്ക് വലിയ അളവിൽ വെള്ളം എടുക്കാൻ സാധിക്കും. അപ്പം അതിലൂടെ ഈ ദുരന്തങ്ങളുടെ ആഘാതമൊക്കെ കുറയ്ക്കാൻ നമുക്ക് കഴിയും. എടി, അവിടെ മല വെട്ടി റോഡ് പണി നടക്കുകയായിരുന്നു, അതുകൊണ്ട് അവിടെ ആ ദുരന്തം ഉണ്ടായത്. അപ്പൊ വയനാട് ദുരന്തത്തിന് കാരണം ആരാണ്? തീർച്ചയായും മനുഷ്യർ തന്നെയാണ്. അത് ശരിയാ, ഇത്രയും മഴയുണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്ക് ഒരു മുന്നറിയിപ്പ് പോലും കിട്ടി? അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ്. അവിടെ 3 തവണ ഉരുൾപൊട്ടിയെന്നാണ് കണ്ടത്. ഉരുൾപൊട്ടൽ മൃതദേഹങ്ങൾ കിലോമീറ്റർ അകലെ വരെ കിട്ടിയെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആഘാതം എത്രത്തോളമാണ്? എടാ, നമുക്ക് മാത്രമല്ല ഈ ഉരുൾപൊട്ടലൊക്കെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിന് സംഭവിച്ചു. എടാ, ലോകത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് എവിടെയാണെന്നറിയോ? വാഷിങ്ടൺ DC-യിലാണ്. അവിടെ 2 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത് ബാധിച്ചത്. എന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിലാണ്, കേരളത്തിലേത് വയനാട്ടിലും. എടാ, കേരളത്തിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വയനാടും കണ്ണൂരും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ കോട്ടയംകാർക്ക് സേഫ് ആണല്ലോ. ഒരിക്കലുമല്ല, കോട്ടയത്ത് ഉരുൾപൊട്ടിയ ചരിത്രമുണ്ട്. അപ്പോൾ ഇവയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എടാ, ഇതുപോലുള്ള ദുരന്തം വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാം.